കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്റെ ഭഗവാനെ. ഹരി ലക്ഷ്മിയെ എവിടെയാടി? സന്ധ്യ നേരത്ത് വീടിന്റെ ഉമ്മറത്ത് വെളുത്ത് കൊളുത്തുന്ന ശീലൊക്കെ മാറിയോ? ശിവ ശിവ ഇത് കലികാലം തന്നെ. ഹരി ലക്ഷ്മിയെ നീ എവിടെയാടി? ഓ തുടങ്ങി കേറി ഒന്ന് സമാധാനായി ടി വി കാണാൻ സമ്മതിക്കുന്ന വെച്ചാൽ ഒരു കഷ്ടാത്. അവിടെയോ ടി വി ഇല്ല. അടുത്ത വീട്ടിൽ പോയി ദിവസവും രാത്രി 3 സീരിയൽ കാണാനാ തലക്കിടന്ന് കേണത്. തലവെണ്ണി ഞാന് ഇതിനപ്പ കിടന്ന് കേണേ. ഹരി ലക്ഷ്മിയെ എന്തായാലും നിനക്ക് വിളക്ക് കൊളുത്തിയിട്ട് വെക്കൂടെ? ഓ ഒരു ദിവസം വിളക്ക് കൊളുത്തില്ലേ ഇവിടുത്തെ ഐശ്വര്യം അങ്ങ് ചോർന്നു പോണേ അങ്ങ് പോട്ടെ. അത്രക്ക് തന്നാണല്ലേ മോനോട് പറ ഒരു ടി വി വാങ്ങാൻ. അതിനെവിടെന്നാടി അവന്റെ കയ്യില് കാശ്? അവന് പാവം സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, കിട്ടുന്നതോ തികയുന്നില്ല. പിന്നെ എങ്ങനെയാടി? മോനോട് പറ ഈ കാലത്ത് അല്പം കൈക്കൂലി വാങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. അത് പറയാൻ നീ തന്നെയാ നല്ലത്. തുണ്ടും തുണ്ടും. അയ്യോ ചേട്ടൻ വന്നല്ലോ. എന്താടി ഇന്നും തുടങ്ങിയോ രണ്ടാളും കൂടി? മതിയായി കേട്ട് കേട്ട് എനിക്ക് മതിയായി. അല്ല ചേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ഓ നിങ്ങളുടെ പ്രശ്നം തീരുന്ന ഒരു ടി വി വേണമല്ലേ? ഞാൻ അന്വേഷിച്ചു. മാസം 2000 വെച്ച് കൊടുക്കണം. അത്രയുള്ളൂ. അങ്ങനെ വെച്ചാ ഒരു ഫ്രിഡ്ജും കൂടി വാങ്ങിയാലോ? ഓ അതൊക്കെ ആലോചിക്കാനേ ഉള്ളൂ. പക്ഷേ അന്ന് വീട് പണിക്ക് ആധാരം ബാഗിൽ വെച്ചതാ. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ കൂടെ ഇതും കൂടി കഴിയോ ലക്ഷ്മി? അതൊക്കെ ചേട്ടൻ വിചാരിച്ചാ കഴിയും. അങ്ങനെയാണെ നീ കൂടെ ഒന്ന് വാ, നാളെ ഒന്ന് നമുക്ക് പോയി നോക്കാം. എടാ മോനെ കേക്കല്ലേ, കടക്കാര് 4 ഭാഗത്തുനിന്ന് വന്നാല് കുട്ടിക്ക് താങ്ങാനാവൂല. നമ്മൾ സാധാരണക്കാരാ, നീ അത് മറക്കണ്ട. ഓ തല പിന്നെ തുടങ്ങി. ഞാൻ സമാധാനം ടി വി കാണാൻ നിങ്ങൾ സമ്മതിക്കൂല അല്ലേ? എനിക്ക് മാത്രല്ല എനിക്കും ഇരുന്ന് കാണാം. ഞാനാ ശിവ ശിവ നീ തന്നെ തുണ. അങ്ങനെ അവർ ടി വി വാങ്ങാൻ കടയിലേക്ക് പോകുന്നു. വഴിയിൽ വെച്ചു. അല്ലപ്പ എന്തിപ്പോ നമ്മൾ കാണുന്നത്? രണ്ടാളും കൂടി എങ്ങോട്ടേക്കാണ്? കല്യാണത്തിനോ സൽക്കാരത്തിനോ? രണ്ടിനും അല്ല ആചാര്യ, നമ്മൾ ടിവിയും ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ പോവാ. എന്തിപ്പോ നമ്മൾ കേൾക്കുന്നത്? അല്ല രാമോ നേരാണോ? നമ്മളാണ് നിനക്ക് ലോട്ടറി അടിച്ചാ? അല്ല ആചാര്യ ഇൻസ്റ്റാൾമെന്റ് വാങ്ങാനാ. പിന്നെ കുറേശ്ശെ അടച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞേ. ലക്ഷ്മിയുടെ ഒരു ആഗ്രഹല്ലേ, സാധിച്ചു കൊടുക്കാന്ന് വെച്ചു. മോനെ ചെറുങ്ങാറ് പിടിച്ച പണിക്കൊന്നും പോവണ്ടേട്ടാ. നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട, നിങ്ങളായി പാട് ഞമ്മൾ പോണിപ്പാ. അങ്ങനെ അവർ സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തുന്നു. മോനെ അമ്മ അപ്പൊ ഒന്നുകൂടെ ഓടി വന്നേ. ഇത് കണ്ടോ നമ്മളെ പുതിയ ടി വി ഫ്രിഡ്ജൊക്കെ? നാളെ മുതൽ എല്ലാരോടും പോയി പറഞ്ഞു മതി. എല്ലാരും ഒന്ന് അറിയട്ടെ ഞമ്മളടുത്തും കുറച്ചൊക്കെ ഉണ്ട്. ഒന്ന് അസൂയപ്പെടട്ടെ. അമിനാത്ത അമിനാത്ത ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയേ. ഞങ്ങളെ പുതിയ ടി വി ഫ്രിഡ്ജൊക്കെ കണ്ടോ? എന്റെ ലക്ഷ്മി നന്നായി കേട്ടോ. അന്റെ പുയ്യാപ്ലാക്ക് ഇപ്പഴെങ്കിലും നല്ല ബുദ്ധി തോന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടായിക്കണേ, ഇഷ്ടായിക്കണേ. അല്ല ഇമ്മി പൊടിച്ചുകൾ ലക്ഷ്മിയെ? ഓ അതോ അതൊക്കെ ചേട്ടന്റെ ശമ്പളത്തിന് പിടിച്ചോളൂ. ഹരി ലക്ഷ്മിയെ പിടിപ്പിച്ച് കുട്ടീനെ നശിപ്പിക്കല്ലേ ലക്ഷ്മിയെ? ആണൊരു സാധുവാ, സ്നേഹിക്കാനേ അറിയും. കൃഷ്ണ നീ കാക്കണേ. ഓ തള പിന്നെ തുടങ്ങി. ഇപ്പൊ ഇത് മതി ഞാൻ പറഞ്ഞിങ്ങനെ നടക്കാന്. കുട്ടിയെ
പിന്നിട്ടു വീട്ടിൽ. ചേട്ടാ ചേട്ടാ, പിള്ളേർക്ക് സ്കൂളിലെ ഫീസ് കൊടുക്കണ്ടേ? പിന്നെ അടുക്കളയിലെ സാധനക്കാണ് തീർന്നു തുടങ്ങിക്കണം. ലക്ഷ്മി, ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാണോ? ശമ്പളം അതിനപ്പുറം ഞാൻ കടം വാങ്ങി. എനിക്ക് പലിശ മാത്രം അടക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താ ചെയ്യാ? ആലോചനയ്ക്ക് എത്തും പെടിയും കിട്ടുന്നില്ല. ഇതപ്പോ വലിയ കാര്യം. ലോകത്താരും ലോൺ എടുക്കാത്ത മാതിരി ഒരു മാസം കൂടെ അങ്ങോട്ട് അവധി പറയണം, എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട്